ഹലോ, നമുക്കിന്ന് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ. നമ്മൾ ഈ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനായ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് അവിച്ചതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും വേണം കേട്ടോ, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ചട്ടി എടുത്ത് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിടാം കേട്ടോ. അപ്പോൾ കടുക് ഇടുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിടാവേ. ഉഴുന്നുകൂടെ ഇട്ട് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അതിന് ശേഷം നമുക്ക് ഇച്ചിരി വറ്റൽമുളക് ഇടാവേ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വറ്റൽമുളക്, അതാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നില്ലേ, ആ പേസ്റ്റ് എടുത്തിടുന്നുണ്ട് കേട്ടോ. പേസ്റ്റ് എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതായി ഈ പരുവായിട്ടുണ്ട്. ഈ പരുവായപ്പോൾ ഇനി നമുക്ക് സവാള ഇടാം. അപ്പോൾ അത് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിടുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് വയന്ന് കിട്ടിയതിലേക്ക് ഇനി നമുക്ക് പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. കറിവേപ്പില അതിൽ കൂടെ വയന്ന് അവസാനം എന്ത് വന്നോളും, എങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് ഇടണം കേട്ടോ. ഗ്രീൻ പീസ് ഇട്ട് നല്ലതുപോലെ ഗ്രീൻ പീസ് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ഈ ഉള്ളിയും എല്ലാം ആയിട്ട്. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. ഇനി കണ്ടോ, നല്ലതുപോലെ മഞ്ഞൾപ്പൊടി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ അവിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രീൻ പീസും സവാളയും എല്ലാം നമ്മൾ ഉരുളക്കിഴങ്ങുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവണം. മിക്സ് ആയപ്പോൾ ഇതുപോലെ ഉണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. തേങ്ങാപ്പാൽ അതും കൂടെ ഇട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വരുമ്പോൾ നല്ല കറി രൂപത്തിലാവുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൂരിയുടെ ചപ്പാത്തിയുടെ അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ്. കൂടുതലും എല്ലാവരും പൂരി മസാല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ പൂരി മസാലയിട്ട് കഴിക്കാനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.